السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ രക്ഷിതാക്കളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, നബിദിനങ്ങളുടെ അനുഗ്രഹീതവും മഹത്വമാക്കപ്പെട്ട ഈ സുദിനത്തിൽ ഞാൻ രണ്ട് വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നു. ആദ്യം തന്നെ സർവ്വലോകകാരനായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങാം. അൽഹംദുലില്ലാഹ്. നമ്മുടെ മതമായ ഇസ്ലാം ആരോഗ്യേന കേരളത്തിലെത്തി. നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞു തരാം. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി മലബാർ ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ എന്നൊരു ചക്രവർത്തി ഒരു ദിവസം ചന്ദ്രൻ രണ്ട് പിളർപ്പായത് കണ്ടു. ഇതെന്താണ്? ഇതെങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അത് അറബികളിൽപ്പെട്ട മുഹമ്മദ് എന്ന ചക്രവർത്തിയാണ് തന്റെ പ്രവാചകത്വത്തിന് വേണ്ടി ചെയ്ത മോചിതത്താണ്, അഥവാ അമാനുഷികതാണെന്ന് മനസ്സിലായി. ഇതറിഞ്ഞ ഉടനെ വളരെ ആകാംക്ഷയോടെയും ആഗ്രഹത്തോടെയും ആ മുഹമ്മദിനെ കാണണമെന്ന് പറഞ്ഞ് മുക്കയിലേക്ക് പുറപ്പെടുകയും മുഹമ്മദിനെ കണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇസ്ലാം കേരളത്തിലെത്തിയത്. വേറെ രാജ്യത്തുള്ള, അഥവാ എത്രയോ കിലോമീറ്ററുകളും മൈലുകളും അകലെയുള്ള മക്കയിൽ നിന്നും ഈ അറ്റത്തുള്ള കേരളത്തിൽ ഇസ്ലാം എത്തണമെങ്കിൽ അത് ഹബീബിനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ വേറെ ആരുമല്ല. ഇംഗ്ലീഷുകാരനായ ഡോക്ടർ ബെർണാഡ് പറയുകയായിരുന്നു, ഐ ലൈക്ക് മുഹമ്മദ് വാസ് നോട്ട് ഓൺലി പ്രോഫറ്റ് ബട്ട് ഓൾസോ സയൻസ് ആൻഡ് സോഷ്യാലിറ്റി മാൻ. ഞാൻ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ചൊരു ശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവുമായ യുവാവാണ്. ഇന്ന് പാൽ കുളിക്കുകയും ചെയ്യുന്ന ഭരണാധികാരിയാണ് ലോകത്തുള്ളത്. എന്നാൽ നീതിയുക്തനായ നമ്മുടെ ഹബീബ് സ്വന്തം കൈകൊണ്ട് നാൽക്കാലികളെ തീറ്റ കൊടുത്ത് നാൽക്കാലികളെ പാൽ കറക്കുകയും ചെയ്തിരുന്നു. ഈ ആധുനിക കാലത്ത് സ്വന്തം മാതാപിതാക്കളെ പോലും ബഹുമാനിക്കാതെ അവരെ കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ദീനിന്റെ അടയാളങ്ങളെ മോശമായി പരസ്യമായി ചിത്രീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എത്രയോ മാതൃകയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുക, മുതിർന്നവരോട് സ്നേഹിക്കുക, ചെറിയ കുട്ടികളോട് കരുണ കാണിക്കുക എന്നുകൊണ്ട് സർവ്വലോകകാരനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈ കൊണ്ട് അടിച്ചു വാരി കീറപ്പായ വിരിച്ച് AC ഇല്ലാതെ ഫാനില്ലാതെ മരുഭൂമിയുടെ മണ്ണിൽ അന്തിറങ്ങിയ രാജാക്കന്മാരുടെ രാജനായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ അത് ഹബീബിന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ വേറെ ആരുമല്ല. ആ മുഹമ്മദ് നബിയെ പിൻപറ്റാനും അവിടുത്തെ ഹുബ്ബ് നുകരാനും